എങ്ങനെയാണ് ഓഹരി ചെയ്യുന്നത് അതേപോലെ തന്നെ ഉദ്ഹിയയുടെ അതേ ഹുക്മ തന്നെ മൂന്നായിട്ട് ഓഹരി ചെയ്യുക. ഒരു ഓഹരി സ്വന്തമായി കഴിക്കാം, മറ്റൊരാൾ സുഹൃത്ത് കുടുംബക്കാർക്ക് കൊടുക്കുക, മറ്റൊരു ഓഹരി സാധുക്കൾക്ക് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് അഖീഖ. എന്നിട്ട് മുടി പഠിക്കുക. അപ്പൊ ആ മുടിക്കനുസരിച്ചുള്ള സ്വർണമോ വെള്ളിയോ നിങ്ങൾ തൂക്കി കൊടുക്കുക. ഒരു കുട്ടികളുടെ ഉത്തരവാദിത്തം വാപ്പാക്കുക. 6 വയസ്സായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ നിങ്ങൾ അദബ് പഠിപ്പിക്കണമേ, മര്യാദ പഠിപ്പിക്കണമേ. കുട്ടിക്ക് 6 വയസ്സാകുമ്പോ തന്നെ 6 പോരാ, ഇന്നൊക്കെ 4, 3 ഒക്കെ ആകുമ്പോഴേ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? വലത് കൈ കൊണ്ട് കുടിക്കാൻ പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ മുൻഭാഗത്ത് നിന്ന് കഴിക്കാൻ പഠിപ്പിക്കണം. ഭക്ഷണം കഴിച്ചാലും കുടിച്ചാലും ബിസ്മി ചൊല്ലി കഴിക്കാനും കുടിക്കാനും പഠിപ്പിക്കണം. ഇന്ന് ഇടത് കൈ കൊണ്ട് ബിസ്ക്കറ്റ്, വലത് കൈ കൊണ്ട് ചോക്ലേറ്റ്, കാല് കൊണ്ട് ചോക്ലേറ്റ് തറയിലിട്ട് നക്കി തിന്നുന്നു. ഇതൊന്നും നമ്മുടെ മാതാപിതാക്കളുടെ പ്രശ്നമല്ല. വലത് കൈ കൊണ്ട് റിമോട്ട് കൺട്രോൾ, അത് ബർക്കത്തായിട്ട്, കാരണം ഐസി അടിച്ച് പോകാൻ പാടില്ല. അത് മാത്രം വലത് കൈ ഉണ്ട്. ബാക്കിയുള്ള സാധനം മുഴുവൻ ഇടത് കൈ ഉണ്ട്. പാപ്പായും ഉമ്മായും ഉസ്താദ്മാർ ഇടത് കൈ ഉണ്ട്. എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞൊന്ന് കഴിച്ചോട്ടെ, ഇടത് കൈ കൊണ്ട് കഴിച്ചാൽ കുഴപ്പമില്ല, കാലുകൊണ്ട് കഴിച്ചിട്ടുണ്ട്, പള്ളേക്ക് ഒന്നും പോകുന്നില്ല, വല്ലാതെ ഉസ്താദ് ഓതിക്കൊടു, അവിടെ ഓതിക്കൊടു, ഇടത് കൈ കൊണ്ട്. ഇതാണ് പറയുക. എങ്ങനെ പള്ളിയിലോട്ട് പോയാൽ മതി, ഭക്ഷണം പോയാൽ മതി, അത് ഇടത് കൈ കൊണ്ടോ ഇടത് കാല് കൊണ്ടോ അത് വിഷയമല്ല. നബീന റസൂലുള്ളാഹി തങ്ങളുടെ ഒക്കത്തിരുന്ന ഒരു കുട്ടിയോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാ, മോനെ സമ്മില്ലാ, ബിസ്മി ചൊല്ലി കഴിക്കൂ മകനെ, കുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് കഴിക്കൂ മകനെ, വകുൽ മിമ്മാ യലീക, മുൻഭാഗത്ത് നിന്ന് കഴിക്കൂ മകനെ. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറന്നു മനുഷ്യനുള്ള കാലം. അപ്പൊ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബിസ്മി ചൊല്ലണം, മുൻഭാഗത്ത് നിന്ന് കഴിക്കണം, അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കണം. പാത്രത്തിന്റെ അടുത്ത ഭാഗത്ത് നിന്ന്, ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കാൻ, അല്ലാതെ കൂടുതൽ അങ്ങോട്ടിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ച് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടെ അദബ് പഠിപ്പിച്ചു കൊടുത്തു. 9 വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരത്തിന് അടിക്കണം. ഒരു റിവായത്തിൽ 10 ഉണ്ട്, ഒരു റിവായത്തിൽ 9 ഉണ്ട്, ഒരു റിവായത്തിൽ 7 ഉണ്ട്.